എന്ത് പറയണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ സിനിമയെ കുറിച്ച് അസിഫിൻ്റെ കൂടെ ഞാൻ ആദ്യം ചെയ്യുന്ന പടം ട്രാഫിക്. അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. രാജേഷ് പിള്ളയുടെ കൂടെ ആ വണ്ടിയിലുള്ള രംഗങ്ങളും പരിപാടികളൊക്കെ. പിന്നെ അഭിനയിക്കുന്നത് പകിട. അതിനുശേഷം അല്ലേ അടികൂസ് അമികൂസ് അടിയോട് അടി പടം കണ്ടിട്ടുണ്ടാവും. ഇത് മൂന്നാം അല്ലേ? പകിട കണ്ടില്ല? പകിട കണ്ടില്ല? അടികൂസ് അമികൂസ്. യൂഷ്വലി ഞാനാണ് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. ഇപ്പൊ തിരിച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കില്ലല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ടല്ല, യൂഷ്വലി നമ്മള് തർക്കത്തിനും പറഞ്ഞാണോ ശീലം. എന്നാ മേ ബി ഒരു ചാൻസ് ഞാൻ വേറെ ആരെങ്കിലും തരട്ടെ? ജസ്റ്റ് എന്നെ തരട്ടെ? ഇല്ല, ഡോക്ടർ റോണിക്ക് വേണമെങ്കിൽ എടുക്കാം. റോണിയാണ് നമ്മൾ സ്ഥിരമായി ചികിത്സിക്കുന്ന ഡോക്ടർ ആയതുകൊണ്ട് പറയല്ല. ഉണ്ടായിരുന്ന തെറ്റി വെച്ചിട്ട് തിരിച്ച് നമുക്കൊരു ഗുളി കൊടുത്തു വൈകി എടുത്ത് വായിലിട്ടു. ഇതും ചോദിക്കാതെ പറയാതെ അല്ല ഗുളിക്കല്ലേ ഇപ്പം അസീന ഓർമ്മയില്ലേ? അല്ല ഡോക്ടറാണെങ്കിൽ കിട്ടണമൊക്കെ ഗുളിക കഴിച്ചിട്ട് കാര്യമുണ്ടോ ഓർമ്മയുണ്ടോ? അത് നമുക്ക് ഡോക്ടറല്ലേട്ടാ, വക്കീലാണ്. വക്കീലിനോടും ഡോക്ടറോടും എന്താ പറയുന്നത്? സത്യം പറയാം. സത്യം പറയാൻ പാടും. എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കുറച്ചിരിക്കുകയാണ്. ഇനി എല്ലാം സ്വയം ഏറ്റെടുത്തുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് ഷൈൻ ഡോക്ടറിനോട് എന്താണെന്ന് ചോദിക്കാറുള്ളത്. അസോസിയേഷൻ ആയല്ലോ, ഡോക്ടർ എന്നുള്ള കാര്യം അറിയായിരുന്നോ? അറിയില്ലായിരുന്നോ? നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ സ്റ്റേജിൽ താഴെ ഇരിക്കുമ്പോൾ കണ്ടു. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഡിയുടെ ഡോക്ടർ മെഡിക്കൽ ഡോക്ടറാണ്. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി. പക്ഷെ ഇപ്പൊ MBBS പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്താ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി. സ്വിച്ച് ചെയ്തിട്ട് ഇപ്പൊ MBBSലേക്ക് കഴിഞ്ഞിട്ട് MBBS പഠിച്ചോണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് മരുന്ന് തന്നെ. അതെന്താ അങ്ങനെ? അതിനാണ് ഡിമാൻഡ് കൂടുതലല്ലേ? ഓക്കെ ഓക്കെ. സീനിയർ ഡോക്ടറാണ് പുള്ളി. ഓർത്തോ അല്ലേ? ഏതാ സ്പെഷ്യലൈസ് അല്ല നമ്മള് ഈ കഥ കോട്ടയം ബെൽറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതാണ് പറഞ്ഞത്. തിരുവനന്തപുരം ബെൽറ്റിന് ശേഷം കൊച്ചി ബെൽറ്റിന് ശേഷം കോട്ടയം നമുക്ക് കഥ പറയാൻ പറ്റില്ല.